രണ്ടാം ലോകകപ്പിൽ സ്പെയിൻ മുത്തമിട്ടതിന്റെ ആവേശത്തിലാണ് സ്പെയിൻ ആരാധകർ. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു കളി? ഉഷാറ് കളിയായിരുന്നു. 0 ടാർഗറ്റിൽ അർജന്റീന നിലംപരിശമാക്കി തോൽപ്പിച്ച് കഴിഞ്ഞു. ഇനി അതിലൊന്നുമില്ല, അർജന്റീന ഫാൻസിന് ഒന്നും പറയാനില്ല. കാരണം അതിനും അത് തീർത്ത് കൊടുത്ത് സ്പെയിൻ അർജന്റീന തീർത്ത് കളഞ്ഞു. അത്രേ ഉള്ളൂ പറയാൻ. അർഹിക്കുന്ന വിജയം. എത്ര ഷോട്ട്സ് കൊടുത്ത, എത്ര കൗണ്ടർ ആകാനാ. അർജന്റീനക്കാല് ബോളേ വന്നിട്ടില്ല. അതുമാതിരി കളിച്ച് ടിക്കറ്റൊക്കെ, പഴയ ടിക്കറ്റൊക്കെ എല്ലാം കളിച്ച് അവരെ നിലംപരിശാക്കിയിട്ടാണ് വിട്ടേക്കണം. ഇനി അർജന്റീന ഫാൻസിന് ഒന്നും പറയാനില്ല. കളിയോടെ തീർന്നു. മെസ്സിയെ ലോക്ക് ചെയ്തുള്ള കളിയായിരുന്നു. ശരിയാണ്, മെസ്സിയെ ലോക്ക് ചെയ്ത് ബോൾ തൊടിയിച്ചില്ല മെസ്സിനെ. ആദ്യത്തെ ഒന്നും തൊടിയിച്ചില്ല. ഫസ്റ്റ് എല്ലാം സ്പെയിൻ്റെ കയ്യിലാണ് കളി മൊത്തം ഉണ്ടായിരുന്നത്. പൊരുതി വിജയം തന്നെ. പിന്നല്ല, അറിയിക്കുന്ന വിജയം തന്നെ. ഒന്നുമില്ല, വേറെ ഒന്നും പറയാനില്ല. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു കളി? അടിപൊളി. പന്ത് കിട്ടിയവർ ജയിച്ചു. പിന്നെ അർജന്റീന ആരാധകനാണോ? ആയിരുന്നു. പക്ഷേ ഇന്ന് അർജന്റീന 11 പേരായിട്ടാണ് കളിച്ചത്, അതുകൊണ്ട് തോറ്റുപോയി. ഇന്നലെ വരെ നമുക്ക് 12 പേരുണ്ടായിരുന്നല്ലോ. സ്പെയിൻ അർഹിക്കുന്ന വിജയമായിരുന്നു. ഡെഫിനറ്റ്ലി. അർജന്റീനയ്ക്ക് യഥാർത്ഥത്തിൽ ബോള് കയ്യിൽ കിട്ടുന്ന സാഹചര്യം ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഇവനാട്ടാ. പൈസക്കുള്ള പണി എടുത്തിട്ടില്ല, റെഫറി പൈസക്കുള്ള പണി എടുത്തില്ല. അതൊരു തോറ്റുപോയി, വേറൊന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഏത് ഫാനാ? സ്പെയിൻ. സ്പെയിനാണ്. ജയിക്കുന്നു ഉറപ്പിച്ചു വന്നാണോ? ആണ്. നല്ല ഉറപ്പുണ്ടായി. കളി എങ്ങനെയുണ്ട്? മൊത്തത്തിൽ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. കളി എങ്ങനെയുണ്ടായിരുന്നു? അർജന്റീന ഫാനാണോ? പോർച്ചുഗലാണ്. ഈ കളി എങ്ങനെയുണ്ടായിരുന്നു? സ്പെയിൻ്റെ കളി എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അപ്പോൾ ഇതാണ്, വലിയ ആവേശത്തിലാണ് സ്പെയിൻ ആരാധകർ. നിരാശരായി മടങ്ങുകയാണ് അർജന്റീന ഫാൻസ്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ രാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.